നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ 9ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ അധ്യായം 1 സമവാക്യ ജോഡികളുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ സമവാക്യ ജോഡികളുടെ നിർവചനം പറഞ്ഞ സമയത്ത് രേഖീയ ജോഡികൾ എന്ന് പറയുന്ന സമയത്ത് രേഖീയ സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ സമയത്ത് വർഗം, ഘാതം എന്നീ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിൽ ഒരു വ്യക്തത വരുത്തിയിട്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാം. ഓക്കെ. അപ്പോൾ വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഒരു തവണ ഗുണിക്കുന്നതിനെയാണ് നമ്മൾ വർഗം എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഉദാഹരണമായി 5ൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ 5 ഗുണം 5. അത് നമുക്ക് 5 ഘാതം 2 അല്ലെങ്കിൽ 5 പവർ 2, 5 എക്സ്പൊണൻ്റ് 2 എന്ന് എഴുതാം. ഓക്കെ. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. ഇനി ഘാതം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ അതിനോട് എത്ര തവണ ഗുണിക്കണം എന്ന് കാണിക്കുന്ന രീതിയാണ്. ഇപ്പോൾ 5 എന്ന സംഖ്യയെ നമ്മൾ 3 പ്രാവശ്യം ഗുണിക്കുകയാണെങ്കിൽ 5 ഗുണം 5 ഗുണം 5. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ഘാതം 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം: 5 ഘാതം 3. അതെന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആണ്. അത് 125 ആയിരിക്കും. ഇനി 5 ഘാതം 2 എന്ന് പറഞ്ഞാൽ 5 ഘാതം 2 ഇങ്ങനെ എഴുതാം. അതെന്തായിരിക്കും? 5ൻ്റെ വർഗം തന്നെയായിരിക്കും. 5ൻ്റെ വർഗം എന്ന് പറയുന്നത് 5 ഘാതം 2 തന്നെ ആയിരിക്കും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സംഖ്യയുടെ മുകളിൽ ഘാതമായി 2 വന്നാൽ, ഒരു സംഖ്യയുടെ മുകളിൽ ഘാതം 2 ആയി വന്നാൽ അതിന് നമുക്ക് വർഗം എന്നും പറയാം. ഓക്കെ. അപ്പോൾ 5ൻ്റെ മുകളിൽ 2 അല്ലാത്ത ഏതെങ്കിലും ഒരു സംഖ്യയാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഘാതം എന്നാണ് വിളിക്കുക. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് എക്സ്, വൈ, സെഡ് അങ്ങനെയുള്ള ചരങ്ങളുടെ ഘാതം 1 വരണം. അപ്പം മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇവിടെ പറഞ്ഞ പോലെ രേഖീയ സമവാക്യങ്ങൾ ആകുള്ളൂ. ഓക്കെ. രേഖീയ സമവാക്യങ്ങൾ ആവണമെന്നുണ്ടെങ്കിൽ ചരങ്ങളുടെ ഘാതം 1 ഓക്കെ. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ തന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം നമ്മൾ തന്ന ചോദ്യം എന്തായിരുന്നു? 2 സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം 4ഉമാണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഇവിടെ വലിയ സംഖ്യ x എന്നും ചെറിയ സംഖ്യ y എന്നും കരുതുക. അപ്പോൾ ഒന്നാമത്തെ സമവാക്യം എന്തായിരിക്കും? തുക 26. അപ്പോൾ x + y = 26 എന്നായിരിക്കും. ഇനി രണ്ടാമത്തെ സമവാക്യം എന്തായിരിക്കും? വ്യത്യാസം 4. x - y = 4. ഇതാണ് നമ്മുടെ 2 സമവാക്യങ്ങൾ. ഈ 2 സമവാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ എക്സിന് ഇവിടെ 1 ആണ്, രണ്ടിലും +1 ആണ് വാല്യൂ.
വൈക്ക് ഒരു സ്ഥലത്ത് +1ഉം ഇവിടെ വൈക്ക് -1ഉം ആണുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ ഇത് ക്യാൻസലായി പോകും. അതുകൊണ്ട് സമവാക്യം 1ഉം സമവാക്യം 2ഉം കൂട്ടുക. അപ്പോൾ എക്സും എക്സും കൂട്ടിയാൽ ഇൻഡെക്സ് വൈയും -yയും ക്യാൻസലായി പോവും. 26ഉം 4ഉം കൂട്ടിയാൽ 30. അപ്പോൾ എക്സ് എന്തായിരിക്കും? 30/2 ആയിരിക്കും. 30/2 എന്ന് പറയുമ്പോൾ 15. അപ്പോൾ എക്സ് 15 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? എക്സ് 15 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒന്നാമത്തെ സമവാക്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ് സമം 15 എന്ന് സമവാക്യം 1ൽ ഇട്ടാൽ എന്ത് കിട്ടും? 15 + y സമം 26. അപ്പോൾ y സമം 26. ഇവിടെ 15 അങ്ങോട്ട് പോകുമ്പോൾ -15. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y സമം 11. അപ്പോൾ എക്സ് നമുക്ക് 15 എന്നും y നമുക്ക് 11 എന്നും കിട്ടി. ഇനി ഇത് ശരിയാണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യണ്ടേ? അപ്പോൾ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒന്നാമത്തെ സമവാക്യം അല്ലെങ്കിൽ ഇക്വേഷൻ 1ൽ എക്സിന് 15ഉം വൈക്ക് 11ഉം കൊടുക്കുക. അപ്പോൾ 15 + 11 26. ശരിയാണ്. 15 - 11 അപ്പോൾ 4. അപ്പോൾ രണ്ട് സമവാക്യങ്ങളിലും എക്സും വൈയും കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാണ്. ആയതുകൊണ്ട് സംഖ്യകൾ 15ഉം 11ഉം ആയിരിക്കും. ഓക്കെ, ഈ ചോദ്യം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് പാഠപുസ്തകത്തിലുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിലെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് ആദ്യം നമ്മൾ പേജ് 7ലാണ് നിങ്ങളുടെ ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നത്. അതിൽ മുത്തുകളുടെ എണ്ണം എന്ന ഒരു കണക്കുണ്ട്. അത് നോക്കാം. ആദ്യം ചോദ്യം എഴുതിക്കോളൂ. ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പും കൂടി 100 മുത്തുകളുണ്ട്. വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. കറുപ്പെത്ര? വെളുപ്പെത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഈ ചോദ്യം നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമ്മളിവിടെ 2 രീതിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ രീതി നിങ്ങൾ
8ാം ക്ലാസ്സിൽ പഠിച്ച രീതിയാണ് പറയാൻ പോകുന്നത്. രീതി 1, ഒരു ചരം ഉപയോഗിച്ച് ഇതാണ് 8ാം ക്ലാസ്സിലെ രീതി. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് നമ്മൾ അത് സോൾവ് ചെയ്യുന്നത്? ഈ ചോദ്യത്തിൽ 2 തരം മുത്തുകളാണുള്ളത്. കറുപ്പ് മുത്തുകളും അതേപോലെ തന്നെ വെളുപ്പ് മുത്തുകളും. ഓക്കെ, നമുക്ക് ഇവിടെ കറുപ്പ് മുത്തുകളുടെ എണ്ണം x എന്ന് പറയുന്ന ചരമായിട്ടെടുക്കാം. അങ്ങനെയാണെങ്കിൽ വെളുപ്പ് മുത്തിൻ്റെ എണ്ണം എങ്ങനെയായിരിക്കും? ഇവിടെ പറയുന്നുണ്ട് വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. അപ്പോൾ കറുപ്പിനേക്കാൾ 10 കുറവായിരിക്കുമല്ലോ വെളുപ്പ്. അങ്ങനെ നമുക്ക് എടുക്കാം. അതായത് കറുപ്പ് മുത്തുകളുടെ എണ്ണം x ആയാൽ വെളുത്ത മുത്തുകൾ കറുത്തത് 10 കൂടുതലാണ്. അപ്പോൾ വെളുത്ത മുത്തുകൾ കറുപ്പിനേക്കാൾ 10 കുറവായിരിക്കും. x മൈനസ് 10 ആയിരിക്കും. ഓക്കെ, ഇനി ഈ ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യം നോക്കൂ. കറുപ്പും വെളുപ്പും കൂടി 100 മുത്ത്. അതായത് അത് രണ്ടും കൂട്ടണം. അപ്പോൾ കറുപ്പ് മുത്തുകളുടെ എണ്ണം കൂട്ടണം വെളുത്ത മുത്തുകൾ. വെളുത്ത മുത്തുകൾ x മൈനസ് 10 ആണ്. നമുക്കൊരു ബ്രാക്കറ്റിലിടാം. സമം 100. ക്ലിയർ അല്ലേ? ഇനി x കൂട്ടണം x, 2x മൈനസ് 10 സമം 100. അപ്പോൾ 2x സമം 100 പ്ലസ് 10. അപ്പോൾ 2x സമം 110. x സമം 110/2. അപ്പോൾ x സമം 55. അപ്പോൾ നമുക്ക് കറുപ്പ് മുത്തുകൾ എത്ര കിട്ടി? 55 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വെളുത്ത മുത്തുകൾ എത്രയായിരിക്കും? x മൈനസ് 10. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? കറുത്ത മുത്തുകൾ 55ഉം വെളുത്ത മുത്തുകൾ 55 മൈനസ് 10 സമം 45ഉം ആണ്. ഓക്കെ, ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ശരിയാണ്. എന്തുകൊണ്ട് ശരിയാണ്?
വെളുത്ത മുത്തുകളേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. 45 + 10 55. രണ്ടും കൂട്ടിയാൽ 100. 55ഉം 45ഉം കൂട്ടിയാൽ 100. ഓക്കെ, ഇത് ഒരു ചരം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ചരം ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ കറുപ്പ മുത്തുകൾ എക്സ് എടുക്കുന്നതിന് പകരം വെളുത്ത മുത്തുകൾ എക്സ് ആക്കി എടുക്കാം. ഓക്കെ, അങ്ങനെ എടുത്താൽ എന്താ സംഭവിക്കുന്നത്? വെളുത്ത മുത്തുകൾ എക്സ് ആണെങ്കിൽ കറുപ്പ് മുത്തുകൾ 10 കൂടുതലായിരിക്കും. എക്സ് പ്ലസ് 10 ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ വെളുത്ത മുത്തുകൾ പ്ലസ് എക്സ് പ്ലസ് 10 കറുത്ത മുത്തുകൾ സമം 110. അങ്ങനെ വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ആദ്യം കിട്ടുന്നത് വെളുത്ത മുത്തുകളുടെ എണ്ണമായിരിക്കും. 45 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ കറുത്ത മുത്തുകൾ കണ്ടുപിടിക്കും. ഇവിടെ ഞാൻ കറുപ്പ് മുത്തുകളുടെ എണ്ണം എക്സ് ആക്കി എടുത്തിട്ട് വെളുത്ത മുത്തുകൾ എക്സ് മൈനസ് 10 എന്നെടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ രീതി. ഇനി നമ്മൾ രണ്ടാമത്തെ രീതിയിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ സമവാക്യ ജോഡികൾ ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ രീതി 2. സമവാക്യ ജോഡികൾ ഉപയോഗിച്ച്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കറുത്ത മുത്തുകൾ എക്സും, രണ്ട് ചരം വേണമല്ലോ, വെളുത്ത മുത്തുകൾ വൈയും ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ചോദ്യത്തിലെ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ കറുത്ത മുത്തുകളും വെളുത്ത മുത്തുകളും കൂടി 100 എണ്ണമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എക്സ് പ്ലസ് വൈ സമം 100. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ശ്രദ്ധിക്കൂ. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. അതിൻ്റെ അർത്ഥം കറുത്ത മുത്തുകൾ കൂടുതലാണല്ലോ. കറുത്ത മുത്തുകൾ മൈനസ് വെളുത്ത മുത്തുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, കറുത്ത മുത്തുകൾ വെളുത്ത മുത്തുകളേക്കാൾ 10 കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് എന്ത് കിട്ടും? കറുത്ത മുത്തുകളിൽ നിന്നും വെളുത്ത മുത്തുകൾ കുറച്ചാൽ 10 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കറുത്ത മുത്തുകൾ
കുറയ്ക്കണം വെളുത്ത മുത്തുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 ആയിരിക്കും. ഇത് നമ്മുടെ സമവാക്യം 2. ഞാൻ ഈ സമവാക്യം ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സമവാക്യം 1 ഇവിടെ നോക്കൂ. ഇവിടെ ഒരു എക്സ് ആണ്, ഇവിടെ ഒരു എക്സ് ആണ്, ഇവിടെ ഒരു വൈ ആണ്, ഇവിടെ മൈനസ് ഒരു വൈ ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ, കൂട്ടുമ്പോൾ ഇത് എന്തായി പോവും? ക്യാൻസലായി പോവും. അതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 1, അതായത് സമവാക്യം 1 കൂട്ടണം സമവാക്യം 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് എക്സ് 2x, മറ്റേതെന്തായി? ക്യാൻസലായി പോവും. 100 പ്ലസ് 10. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 2x സമം 110. x സമം 110/2. അപ്പോൾ x എത്ര കിട്ടും? 55 എന്ന് കിട്ടും. ഓക്കെ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സിൻ്റെ വാല്യൂ ഒന്നാമത്തെ സമവാക്യത്തിൽ ഇട്ട് നോക്കാം. ഇനി നമ്മൾ എക്സ് സമം 55 എന്ന് സമവാക്യം ഒന്നിലിട്ടാൽ ഓക്കെ, എന്ത് സംഭവിക്കും? എക്സ് സമം 55 എന്ന് സമവാക്യം ഒന്നിലിട്ട് നോക്കാം. (55 പ്ലസ് വൈ സമം 100). അപ്പോൾ y സമം 100 മൈനസ് 55. അപ്പോൾ y സമം 45. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതുകൊണ്ട് കറുത്ത മുത്തുകൾ 55-ഉം വെളുത്ത മുത്തുകൾ 45-ഉം ആണ്. ഓക്കെ. അപ്പോൾ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കൺക്ലൂഷൻ എഴുതുന്നതിന് മുമ്പ് അത് വെരിഫൈ ചെയ്യണം. അപ്പോൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് സമവാക്യം 1 ഈ വാല്യൂസ് ഇട്ട് നോക്കാം. അപ്പോൾ ഇവിടെ 55 പ്ലസ് 45 അത് എത്രയാ? 100 ആണ്. അപ്പോൾ എന്താണ്? ഇത് ശരിയായി. ഓക്കെ. ഇവിടെ 55 മൈനസ് 45 എത്രയാ? 10 ആണ്. 10 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ രണ്ട് സമവാക്യവും എന്ത് ചെയ്യുന്നുണ്ട്? എക്സും വൈക്കും 55-ഉം 45-ഉം കൊടുത്താൽ ശരിയാവുന്നുണ്ട്. അതുകൊണ്ട് കറുത്ത മുത്തുകളുടെ എണ്ണം 55-ഉം വെളുത്ത മുത്തുകളുടെ എണ്ണം 45-ഉം ആകുന്നു. ഓക്കെ. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്? രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് ഒരേ ഉത്തരം, കറുപ്പ് 55-ഉം വെളുപ്പ് 45-ഉമാണ് കിട്ടുന്നത്. നമ്മൾ വലിയ കണക്കുകൾ വരുന്ന സമയത്ത് ചെയ്യാൻ കൂടുതൽ എളുപ്പം ഏതായിരിക്കും? നമ്മൾ രണ്ടാമത് ചെയ്ത രീതി, സമവാക്യ ജോഡികൾ എന്ന ഈ അധ്യായത്തിൽ പഠിക്കുന്ന രീതി ആയിരിക്കും. ഓക്കെ.
അപ്പോൾ ഈ ചോദ്യം എല്ലാവർക്കും വ്യക്തമായല്ലോ. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം പേജ് 7-8 അതിലുള്ളതാണ്. ചോദ്യം എന്താണ്? ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടി 11,000 രൂപയാണ്. വില. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി 14,000 രൂപയാണ് വില. ഓരോന്നിൻ്റെയും വില എത്രയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്കിത് രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം. കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാം. രീതി 1, ഒരു ചരം ഉപയോഗിച്ച്. ഓക്കെ. രണ്ടാമത്തെ രീതി സമവാക്യ ജോഡികൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ രണ്ട് ചരം ഉപയോഗിച്ച്. ഓക്കെ. ആദ്യം നമുക്ക് ഒന്നാമത്തെ രീതി നോക്കാം. ഇവിടെ ആദ്യത്തെ നിബന്ധന എന്ന് പറയുന്നത് ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടി 11,000 രൂപ. രണ്ടാമത്തെ നിബന്ധന ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി 14,000 രൂപ. ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് കസേരയ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് കസേരയുടെ വില x ആക്കി എടുക്കാം. ഓക്കെ. കസേരയുടെ വില, ഒരു കസേരയുടെ വില. ഓക്കെ. ഒരു കസേരയുടെ വില x. ഇനി നമുക്ക് ഒന്നാമത്തെ നിബന്ധന ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടി 11,000 രൂപ എന്നാണ്. അപ്പോൾ മേശയുടെ വില എന്തായിരിക്കും? മേശയുടെ വില എന്ന് പറഞ്ഞാൽ 11,000 കുറയ്ക്കണം കസേരയുടെ വില. അപ്പം നമുക്കിവിടെ എന്തെഴുതാം? ഒരു മേശയുടെ വില, ഒരു മേശയുടെ വില 11,000 മൈനസ് x ആയിരിക്കും. ശരിയാണല്ലോ. ഇനി നമുക്ക് ഒന്നാമത്തെ നിബന്ധനയിൽ പറയുന്നത് എന്താണ്? മേശയുടെ വില കൂട്ടണം കസേരയുടെ വില 11,000. അപ്പം നമുക്ക് എഴുതാം. അപ്പം നമുക്ക് ഒന്നാമത്തെ നിബന്ധന എന്തെഴുതാം? മേശയുടെ വില, അതായത് 11,000 മൈനസ് x ബ്രാക്കറ്റ് ഇട്ടോ, പ്ലസ് കസേരയുടെ വില, ഒരു കസേരയുടെ വില സമം, ഇത് നമുക്ക് ഇവിടെ എഴുതണ്ട, ഇത് ആവശ്യമില്ല കേട്ടോ, ഒന്നാമത്തെ നിബന്ധനയിൽ നിന്നാണ് നമ്മൾ ഇത് എഴുതിയത്.
ഇനി രണ്ടാമത്തെ നിബന്ധന നോക്കൂ. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി 14,000 രൂപയാണ് വില. ഓക്കെ, അപ്പം നമുക്ക് എന്തെഴുതാം? ഒരു മേശയുടെ വില 11,000 മൈനസ് എക്സ് കൂട്ടണം 4 കസേര. ഒരു കസേരയ്ക്ക് എക്സ് ആണെങ്കിൽ 4 ഗുണം എക്സ്, അതായത് 4x. അത് കൂട്ടിയാൽ എത്ര കിട്ടും? 14,000. ഓക്കെ, ഒന്നാമത്തെ നിബന്ധനയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കസേരയ്ക്ക് എക്സ് ആണ് വില എങ്കിൽ മേശയുടെ വില 11,000 മൈനസ് എക്സ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കി. ഇനി ഒരു മേശയുടെ വില പ്ലസ് 4 കസേരയുടെ വില 14,000 ആണ്. അതാണ് ഇവിടെ നമ്മൾ സമവാക്യമായി എഴുതിയത്. ഇതിൽ നിന്നും നമുക്ക് എന്തെഴുതാം? ഇത് മൈനസ് 1x, ഇത് 4. 4ൽ നിന്ന് 1 പോയാൽ 3x. ആദ്യം അത് എഴുതാം. പ്ലസ് 11,000 സമം 14,000. ഇതിൽ നിന്നും 3x സമം 14,000 മൈനസ് 11,000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x എന്ന് പറഞ്ഞാൽ 14ൽ നിന്ന് 11 പോയാൽ 3,000. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 3000/3. അപ്പോൾ എത്ര കിട്ടും? x 1000 എന്ന് കിട്ടും. അപ്പോൾ ഒരു കസേരയുടെ വില 1000 രൂപ. മേശയുടെ വിലയോ? ആയതുകൊണ്ട് ഒരു കസേരയുടെ വില 1000 രൂപയും മേശയുടെ വില 11,000 മൈനസ് 1000, 10,000 രൂപയും ആണ്. ഓക്കെ, ഇത് ശരിയാണോ എന്നിവിടെ നോക്കാം. 11,000 നമുക്ക് എന്താ ഒരു കസേരയും ഒരു മേശയും കൂട്ടുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 11,000 കിട്ടുന്നില്ലേ? ഒരു മേശയും 4 കസേരയും കൂട്ടുമ്പോൾ 14,000 കിട്ടണ്ടേ? 10,000 പ്ലസ് 4,000 14,000. അപ്പോൾ ഇത് ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ രീതിയിലേക്ക് പോവാം. ഇത് എല്ലാവർക്കും മനസ്സിലായില്ലേ? രണ്ടാമത്തെ രീതിയിൽ നമുക്ക് 2 സമവാക്യങ്ങൾ വേണം. അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം? ഒരു കസേരയുടെ വില എത്രയായിട്ട് എടുക്കാം? x ആക്കി എടുക്കാം. ഒരു കസേരയുടെ വില x രൂപ. ഒരു മേശയുടെ വില y രൂപ. അപ്പോൾ ഒന്നാമത്തെ നിബന്ധനയിൽ നിന്നും ഒരു മേശ പ്ലസ് ഒരു കസേര സമം 11,000. അപ്പോൾ നമുക്ക് എന്തെഴുതാം? x പ്ലസ് y സമം 11,000. ഇത് നമ്മുടെ സമവാക്യം 1. ഇനി ഒരു മേശ പ്ലസ് 4 കസേര. ഒരു മേശ പ്ലസ് 4 കസേരയുടെ വില 4y എന്ന് പറഞ്ഞാൽ 14,000 രൂപ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു x. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആയി പോകും. ഇവിടെ ഒരു y 4y. 4ൽ നിന്നും 1 കുറയ്ക്കാം, അതായിരിക്കും എളുപ്പം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സമവാക്യം
2ൽ നിന്നും സമവാക്യം 1 കുറച്ചാൽ എക്സും എക്സും എന്താണ്? ക്യാൻസലായി പോകും. 4y മൈനസ് 1y. അപ്പോൾ എന്ത് കിട്ടും? 3y. 14,000 മൈനസ് 11,000. അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 3y സമം 3000, y സമം 3000/3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y സമം 1000. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? y-യുടെ വില സമവാക്യം 1-ൽ ഇട്ടാൽ y സമം 1000 എന്ന് സമവാക്യം 1-ൽ ഇട്ടാൽ എന്ത് കിട്ടും? x പ്ലസ് 1000 സമം 11,000. ഇതിൽ നിന്നും x സമം 11,000 മൈനസ് 1000. അപ്പോൾ x സമം 10,000. ഓക്കെ. ഉത്തരം ശരിയാണോ എന്നറിയാൻ സമവാക്യം 1-ലിട്ട് നോക്കൂ. 10,000 പ്ലസ് 1000 11,000. ശരിയാണ്. 10,000 പ്ലസ് 4 × 1000 4000 14,000. അപ്പോൾ രണ്ട് സമവാക്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ശരിയാവുന്നുണ്ട്. ആയതുകൊണ്ട് ഒരു കസേരയുടെ വില 1000 രൂപയും മേശയുടെ വില 10,000 രൂപയുമാണ്. ഓക്കെ, അവിടെ എഴുതുക. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ഒരേ ഉത്തരമാണ് കിട്ടിയത്. പക്ഷേ രണ്ടാമത്തെ രീതിയാണ് കുറച്ചും കൂടി നമുക്ക് എളുപ്പം. ഓക്കെ, അപ്പോൾ ഇത് ലെങ്തി ആയി പോയിട്ടുണ്ട് വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത പേജിലെ തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ സോൾവ് ചെയ്തിരിക്കുന്ന ഉദാഹരണങ്ങൾ ചെയ്ത് നോക്കാം. അതിനുശേഷം പ്രവർത്തനത്തിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓക്കെ.